അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അപ്പോൾ അതിൽ മിൽക്ക് പ്രൊഡക്ഷൻ നമുക്കറിയാം, നമ്മളെല്ലാവരും മിക്കവാറും എല്ലാവരും മെഡിസിൻ കഴിക്കും. മെന്റൽ ഹെൽത്ത് എത്ര ചെറുപ്പത്തിൽ ഈ കൊച്ചിന് ഇങ്ങനെ ഒരു അസുഖം വരേണ്ട കാരണം എന്താ? മരണമാതിരി ലേഖനങ്ങളെല്ലാം എൻ്റെ സൗണ്ട് എന്താ പറ്റിയത്? ഇത് എന്തായാലും എൻ്റെ കൂടെ വഴക്കൂടം ഉണ്ടാവണ സൗണ്ട്. എൻ്റെ കൂടെ വഴക്കൂടെ നല്ല സൗണ്ട് ആണല്ലോ. അങ്ങോട്ട് ഒരു റിക്കവറി പ്രോസസ്സിന് ഏറ്റവും നല്ലത് ഈ ഒരു വേ ആണെന്ന് തോന്നിയിട്ട് നമ്മളിവിടെ ചൂസ് ചെയ്തത്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാണ്? ഞാൻ പറയണ്ട. ഇങ്ങോട്ടൊന്നും പറയണ്ട. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് പ്രവീൺ കീർത്തന വ്ളോഗ്സ്. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വൈഫ്, അതായത് അമ്മുവിൻ്റെ പോസ്റ്റ്മോർട്ടം ട്രീറ്റ്മെൻറ്റ് കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പം അങ്ങനെ ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ആ ഡിപ്രഷൻ കുറയ്ക്കാനും ആ മെൻ്റൽ ഹെൽത്ത് ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്. ഡിപ്രഷൻ അല്ല, ട്രീറ്റ്മെൻറ്റ്. കുറച്ച് പറ, കുറച്ചുകൂടെ സൗണ്ട് കേൾക്കുന്നില്ല. സൗണ്ട് കുറയ്ക്കുന്ന സൗണ്ട് കൂട്ടാൻ പറഞ്ഞപ്പോൾ എന്ത് തെറാപ്പി ചെയ്യുന്നതെന്നുള്ളതും ഓരോ പേഷ്യൻറ്റിന് എങ്ങനെയാണ് തെറാപ്പി ചെയ്യുന്നതെന്നും എന്താണ് തെറാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് അവരോട് ചോദിക്കും. ഞാൻ 17 കൊല്ലം വീട്ടിൽ കൂടെ ഞാൻ പ്രസവ പണിക്ക് പോയി. ഇപ്പൊ ഇവിടെ വന്നിട്ട് LIT വന്നിട്ട് ഒരു വർഷം അല്ലേ? ഒരു വർഷമായി. നമ്മുടെ വീട് നിലമ്പൂരല്ലേ? ഗൂഡല്ലൂർ. എൻ്റെ വീട് ഗൂഡല്ലൂർ. എനിക്ക് 2 മക്കളാണ്. അപ്പോൾ മക്കൾ ഒരാളെ കല്യാണം കഴിച്ച്, മോന് പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ജോലി ചെയ്യാണ്. പിന്നെ എങ്ങനെയുണ്ട് ജോലി? എങ്ങനെയുണ്ട് ജോലിയൊക്കെ? ജോലിയൊന്നും കുഴപ്പമില്ല, അടിപൊളിയല്ലേ? ജോലിയൊക്കെ റായത്താണ്. പിന്നെ നമ്മൾ രാവിലെ 5:40 6 മണിക്ക് ജോലി തുടങ്ങും. കാലത്ത് 5:40 തുടങ്ങും. 6 മണിക്കൊക്കെ കുളിപ്പിക്കാൻ തുടങ്ങും. പിന്നെ കുട്ടികളെ കുളിപ്പിക്കും. 6 മണിക്ക് 7 മണിക്ക് കുട്ടികളെ കുളിപ്പിക്കും, അമ്മമാരെയും കുളിപ്പിക്കും അല്ലേ? കുളിപ്പിക്കും, അവരുടെ ഡ്രസ്സൊക്കെ അലക്കും. പിന്നെ അവർക്ക് ഫുഡ് കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റും ഒക്കെ നല്ല പ്രായത്തായി നടക്കുന്നു. വീട്ടിൽ പോയി ചെയ്യുന്നത് വലിയ വ്യത്യാസം ഉണ്ടോ? വീട്ടിൽ പോയി ചെയ്യുന്നത് എന്ന് പറഞ്ഞാലും നമുക്ക് രാത്രി ഉറക്കിൻ്റെ ഒരു പ്രശ്നം, ആ ഒരു ടെൻഷനേ ഉള്ളൂ. പക്ഷെ നമുക്ക് ശമ്പളം കൂലിയൊക്കെ അവിടെ റായത്താണ്. ഇവിടെ ആകുമ്പോ കറക്റ്റ് കാലത്ത് വൈകുന്നേരം വരെ ചെയ്താൽ മതി. ഒരു 1 മണി 2 മണി വരെ നമുക്ക് ജോലി ഉണ്ടാവും. 2 മണി വരെയൊക്കെ ജോലി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആണ്. പിന്നെ അമ്മമാർക്ക് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോയി നോക്കുക, എന്തായതെന്ന് നോക്കാം. അമ്മോ, അന്നൊക്കെ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ? നമുക്കൊരു റിലാക്സ് മൂഡ് കിട്ടുമല്ലോ. ഒരുപാട് ആൾക്കാരില്ല. നമുക്ക് നമ്മളുടെ ഒരു പുതിയൊരു ഇതല്ലേ, സിറ്റുവേഷൻ അല്ലേ. അപ്പൊ അതിനായിട്ട്, അതായത് ബേബിനായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് പ്രൈവസി അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒന്നാമത് നമ്മൾ ഫിസിക്കലി മെന്റലി ഒക്കെ ആകെ ഇങ്ങോട്ട് ഡള്ളാവുമല്ലോ ഡെലിവറി കഴിയുമ്പോൾ. അപ്പോൾ ഡള്ളാവും, അതറിയാത്തവർക്കൊന്നും പറയാൻ പറ്റില്ല. ആ കാര്യത്തിലൊക്കെ ഇവിടെ ഫ്രീ ആണ്. അതെ കേട്ടോ, അത് ശരി. ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, ഇതൊരു വില്ലകളാണ് എല്ലാം. ഇതേ 2 എണ്ണം അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. 2 തെറാപ്പിസ്റ്റ് ഉണ്ടായിരുന്നു. 2 പേരും ക്യാമറ തിരിഞ്ഞപ്പോൾ 2 ഓടിപ്പോയി. അതെ, നമ്മളാണ് ഞങ്ങളുടെ മുകളിലാണ് ഞങ്ങളുടെ താമസിച്ചത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു എത്ര വില്ല ഉണ്ടുമ്പോൾ ഇവിടെ എത്ര ഉണ്ട്? 8 വില്ലകളുണ്ട് കേട്ടോ ഇവിടെ. എങ്കിലും നമ്മൾ വീട് വിട്ട് മാറി നിൽക്കണമെന്ന് ഫീല് ഒരിക്കലും ഉണ്ടായില്ല അമ്മ. ഫുഡ് കാര്യങ്ങള് അതെ അതെ കേട്ടോ, ഭക്ഷണമൊക്കെ നല്ല അടിപൊളി ഭക്ഷണമാണ്. ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്. തെറാപ്പി എങ്ങനെയുണ്ട്? തെറാപ്പിസ്റ്റുകളെ ഞങ്ങൾ എസ്കേപ്പ് ആവണം. അപ്പോൾ അതാണ്. അപ്പോൾ അതാണ് നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തെറാപ്പി ഒന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ തെറാപ്പി പ്ലസ് സിറ്റുവേഷനും എൻവയറമെൻറ്റും ഒക്കെ മഴയാ നമ്മളെ നന്നായിട്ട് കൂളാക്കും.
അപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇങ്ങോട്ട് വരാം. ഉമ്മാനെ കുറിച്ച് എന്താ പറയാനുള്ള എനിക്ക്? ഉമ്മ പൊടിയാണ്. നമുക്കറിയാത്ത കുറേ വിവരങ്ങൾ പറഞ്ഞു തരുന്നു. കുറേ വിവരം കിട്ടും ഉമ്മാൻ്റെ. എത്ര വർഷം എക്സ്പീരിയൻസ് ഉമ്മക്ക്? 17. 17 വർഷം കുട്ടികളെ അമ്മമാർ നോക്കിയിട്ടിരിക്കുന്ന ഉമ്മയാട്ടത് കാണുന്നവരല്ലോ അടിപൊളി കേട്ടാ. നമ്മളെ മഴ വന്നു കേട്ടോ, മഴ പെയ്തു. അപ്പം നമ്മൾ ഉമ്മാനെ പറഞ്ഞിട്ട് നമ്മൾ മുകളിൽ കയറി. നമ്മൾ അവിടെ നിന്ന് സംസാരിച്ചത്. ഓക്കെ, ഈ ടോപ്പിക് കാണിച്ചു തരാം. നല്ല വ്യൂ ആണ്. ഒരു ചെറിയൊരു റിസോർട്ട് പോലെ അല്ലേ അമ്മ? ഭയങ്കര പീസ്ഫുൾ ആയിട്ടൊരു പ്ലേസാണ്. ടൗണിൽ നിന്ന് മാറി കട്ടൻ ചായ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് വീട്ടിൽ നിന്ന് മാറി ടൗണിൽ നിന്ന് ഫുള്ളിൽ മാറി നല്ലൊരു ഒച്ച ബഹളമൊന്നുമില്ല. നേരത്തെ കുറേ റിസർച്ച് ചെയ്തിരുന്നു. പോസ്റ്റ് നാറ്റൽ കെയറിലെ ട്രീറ്റ്മെൻറ്റ് കുറേ കേട്ടത് കൊണ്ടും ഒരു റിക്കവറി പ്രോസസ്സിന് ഏറ്റവും നല്ലത് ഈ ഒരു വേ ആണെന്ന് തോന്നിയിട്ട് നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. നമ്മളിവിടെ ചൂസ് ചെയ്തത് നമ്മളെ എന്താ പറയുക, ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, നമുക്ക് എന്താ ആ ഒരു സറൗണ്ടിങ്സും അവിടെയുള്ള ആൾക്കാരും നമ്മളെ ട്രീറ്റ് ചെയ്യുന്നവരൊക്കെ നമ്മൾ എത്രമാത്രം കാമാക്കുന്നു എന്നനുസരിച്ചാണ് ബേബി കരയുന്നത്. അതിന് എത്രമാത്രം കാമാവുന്നു എന്നനുസരിച്ചാണ് ട്രീറ്റ്മെൻ്റ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ കഴിക്കാം. വെറുതെ കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിട്ട് കാര്യമില്ല, നമ്മളെ മൈൻഡും കൂടി അതിനായിട്ട്. സ്റ്റാഫുകൾ നല്ല ഹോസ്പിറ്റാലിറ്റി ആട്ടോ. അവര് വരുന്ന ട്രീറ്റ്മെന്റ് ആയാലും തെറാപ്പിസ്റ്റുകളായാലും നേരത്തെ കാണിച്ച ഉമ്മയായാലും അടിപൊളിയാണ്. പാലിന്റെ കാര്യം പറയണോ? പാലുവരത്തിന്റെ കാര്യം പറയണോ? പറയാം നമുക്ക്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ കൺസൾട്ടേഷൻ ഉണ്ട് ഡോക്ടറെ കൺസൾട്ടേഷന്റെ അണ്ടറിൽ തന്നെയാണ് പ്രോസസ് ഒക്കെ നടക്കുന്നത്. അപ്പൊ എല്ലാ ചൊവ്വാഴ്ചയാണ് ഡോക്ടർ കൺസൾട്ടേഷൻ ഉള്ളത്. അപ്പൊ ഡോക്ടർ വരുമ്പോ തന്നെ ഓരോ പേഷ്യൻറ്റിൻ്റെയും ജില്ലയിൽ പോയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പോയി കണ്ട് അവരുടെ പ്രോബ്ലം ചോദിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഓരോ പേഷ്യൻറ്റ് ഡിപ്പെൻഡ് ആയിട്ടുള്ള, അതായത് ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ പാക്കേജിൽ തന്നെയാണ്. ഹലോ 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 പിന്നെ നമ്മൾ ഇവിടുത്തെ പാക്കേജിൽ തന്നെ ട്രീറ്റ്മെൻറ്റിനുള്ള മരുന്ന് കാര്യങ്ങളെല്ലാം പെടും. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും നമുക്ക് ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ചിലപ്പോൾ എല്ലാ മെഡിസിൻസും ഇവിടെ ഉണ്ടായിക്കോളുന്നില്ലല്ലോ, അത് മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് വരും. അല്ലാതെ ബാക്കിയെല്ലാം പാക്കേജിൽ തന്നെ ഉൾപ്പെടുന്നു. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ പേഷ്യൻ്റ് അതായത് ഡെലിവറി കഴിഞ്ഞ് വരുന്ന ആൾക്ക് 6 നേരത്തെ ഫുഡുണ്ട്. അതൊരു മെനു അനുസരിച്ചാണ്. മെനു ഒക്കെ നമുക്ക് കൊടുക്കാം. മെനു എന്ന് പറയുമ്പോൾ ഒരു കാടയുണ്ട്. കാട, പിന്നെ മോർണിംഗിൽ ഏത്തപ്പഴം പുഴുങ്ങിയത്, പാല്, കാടമുട്ട, കോഴിമുട്ട, ചിക്കൻ, മീന്, പിന്നെ പച്ചക്കറി കൂടുതലുണ്ടാവും. പിന്നെ ഇന്ന് നമുക്ക് ആടിന്റെ സൂപ്പ് കിട്ടി. പിന്നെ സെക്ഷനാട്ടോ. ഇതൊക്കെ നമ്മൾ ആയുർവേദ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അതിന്റെ ഒരു ലേ ഔട്ടാണ് നമ്മൾ തരുന്നത് ഇവര് ഫുഡ്. അതായത് ഡെലിവറി കഴിഞ്ഞ ആൾക്ക് 6 നേരത്തെ ഫുഡാണ്. അത് ഓരോന്നും ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ, അതായത് ഡോക്ടർ പറഞ്ഞതനുസരിച്ച്, അതായത് വാരി വലിച്ച് വീട്ടിൽ നിന്ന് കഴിക്കുന്ന മാതിരി ഫുഡ് കഴിക്കുന്ന ആ പരിപാടിയല്ല. ആ കുട്ടിയെ കണ്ടുപിടിക്കും. ഇപ്പൊ തന്നെ 3 എണ്ണം കഞ്ഞി കുടിച്ചു കഴിഞ്ഞു. നമുക്കിപ്പോൾ പാലുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ ഹെൽത്ത് ബെറ്റർ ആവാൻ വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ മസിലൊക്കെ നന്നായിട്ട് വീക്കാണ്, അപ്പോൾ അത് ബെറ്റർ ആവാനുള്ള, യൂട്രസ് പെട്ടെന്ന് ചുരുങ്ങാണ്, നമ്മളെ സ്റ്റിച്ച് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ, അങ്ങനത്തെ ഒക്കെ ഫുഡ്, അതായത് ഇലക്കറികൾ, മാംസം, അതൊക്കെ അതിൻ്റെതായ എല്ലാം ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ ഈ ആയുർവേദ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഓൺലി പച്ചമരുന്ന് ലേഹിക്കുന്നത് മാത്രമല്ല, ഇവിടെ എല്ലാം ഉണ്ട്. മോർണിംഗിൽ ഒരു ജ്യൂസ് തരുമല്ലോ, ഉലുവയൊക്കെ ഇട്ടിട്ട് അല്ലേ, മധുരമില്ലാത്ത പായസം പോലെ കഷ്ടപ്പെട്ട് കുടിപ്പിക്കും ഞാൻ. പിന്നെ ഉള്ളിച്ചോറ്. ഇതൊരു വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് വെച്ചിട്ടൊരു ലൈക്ക് ഇറ്റ്സ് നോട്ട് എ ബിസിനസ്. ഇതൊരു ബിസിനസ് അല്ല ഇവർ ചെയ്യുന്നത്. ദേ റിയലി കെയർ ഓഫ് ദം. അതെ, നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ നോക്കുന്നത് എങ്ങനെയാണ് അതുപോലെയാണ് ഉമ്മ നോക്കുന്നത്. ഉമ്മ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പാലിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫീഡ് ചെയ്യാനായിട്ട്. അപ്പം ഉമ്മ വന്ന് കുറേ ഹെൽപ്പ് ചെയ്തു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമുക്ക് ആക്ച്വലി ഹോസ്പിറ്റലിൽ നിന്നും കുറച്ച് കിട്ടിയിരുന്നു ടിപ്സുകൾ. പക്ഷെ അത് ഫോളോ അപ്പ് ചെയ്യാനല്ല. അപ്പോഴൊന്നും ബേബി പാല് കുടിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി അവനായിട്ടില്ല. അവനറിയില്ല എങ്ങനെയാണ് കുടിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. സ്റ്റാർട്ടിങ്ങിൽ 2 ദിവസം ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ അടിച്ചു. ഷോക്കായി. ഷോക്കോ ഞാനങ്ങോട്ട് ഇല്ലാണ്ടായിപ്പോനെ.
ഈശ്വരൻ എന്താ അതെന്നൊക്കെ ഉമ്മ ഒന്ന് ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഉമ്മ നമ്മൾ വിചാരിക്കും ഓക്കെ പഴയ ആളല്ലേ, പഴയ ഒരു സംസാരം, ഒരിക്കലും അല്ല. ഉമ്മ പറഞ്ഞ ടിപ്സുകളും അതുപോലെ ഉമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ പുതിയ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഈ പുതിയ മോഡേൺ രീതി ഫോളോ ചെയ്തിട്ടുള്ള പഴയ കാലത്ത് ഉമ്മ. പക്ഷെ അത് നമുക്ക് നമുക്ക് പണ്ടത്തെ ആൾക്കാർ പറയണ പലതും അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഉള്ള പ്രഗ്നൻസി കൂടെ കടന്നു പോയാൽ എല്ലാവർക്കും പറയും. പക്ഷെ അതൊന്നുമില്ല, ഉമ്മ പറയുന്നത് ഭയങ്കര സയൻറ്റിഫിക്കായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തോന്നാം ഇത് ശരിയാ. പിന്നെ എനിക്കാണെങ്കിലും ഫീഡിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ്, അപ്പോൾ അതിൽ മിൽക്ക് പ്രൊഡക്ഷൻ നമുക്കറിയാം, നമ്മളെല്ലാവരും മിക്കവാറും എല്ലാവരും മെഡിസിൻ കഴിക്കും. പക്ഷെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിരുന്നില്ല ഇത് മിൽക്ക് വന്ന് പ്രൊഡക്ഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യണം, മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യണം, അങ്ങനെയൊന്നും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ ഇത് കഴിക്കുന്നതിനനുസരിച്ച് മിൽക്ക് വന്നിട്ട് അത് കല്ലിച്ച് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്ക് ഉമ്മയെ പറഞ്ഞു തന്നത് അത് നിർത്തണം, മിൽക്ക് പ്രൊഡക്ഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിസിൻ. ജനറലി ഞാൻ കണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇതാണ്, സ്റ്റാർട്ടിങ്ങിൽ എല്ലാവർക്കും മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവണമെന്നില്ല, മിൽക്ക് വരില്ല ബ്രീസ്റ്റിങ്ങിൽ കൂടെ. അപ്പോൾ അത് ഒരിക്കലും ടെൻഷൻ അടിക്കരുത്, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കരുത്. കാരണം ഞാൻ ടെൻഷൻ അടിച്ചു. ഒന്നാമത് പാല് കുറവായിരുന്നു, പിന്നെ ബേബി ഭയങ്കര കരച്ചില്ല, അവന് കുടിക്കാൻ ബേബിക്ക് പാല് കുടിക്കാൻ അറിയുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ നല്ല ടെൻഷനായിരുന്നു. എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് ഇറങ്ങുന്നില്ല. ഞാനായാലും ഈശ്വരൻ എൻ്റെ കുട്ടി ഒന്നും കഴിക്കാണ്ടിരിക്കുന്ന എനിക്ക് ഫുഡ് കഴിക്കാം, അങ്ങനെ കുറേ. ഈവൻ പോസ്റ്റ്മോർട്ടം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഫോർ ബോത്ത് ഓഫ് അസ്. ഒരിക്കലും ഒരു അമ്മയ്ക്ക് മാത്രമല്ല പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഫാദറിനും വരാം. ഞാനും കുറച്ച് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് മസാജ്? ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ട് ആദ്യം തന്നെ നമുക്ക് ഹെയർ മസാജാണ് ഉള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ തലയ്ക്ക് വയ്ക്കുന്ന എണ്ണ തന്നെ കാച്ചി എണ്ണ. ഇനി മൈഗ്രെയിൻ പേഷ്യൻ്റ് ആയതുകൊണ്ട് എനിക്ക് എണ്ണ മാറ്റിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഗുരുവാലിന് വയ്യാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കാച്ചി എണ്ണയാണ് കൊടുത്തത്. അപ്പോൾ അത് ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ തലയുടെ ഉള്ളിലൂടെ വെള്ളമൊക്കെ ഇട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് നമ്മളൊരു ലോകത്തെത്തിക്കുക. തല മസാജ് അങ്ങ് കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ ഒരു മൂടാവുകയാണ്. പിന്നെ അങ്ങനെ എണ്ണപ്പാത്തിയിലേക്ക് കിടക്കുക. എണ്ണപ്പാത്തിയിൽ കിടന്നിട്ട് തല മുതൽ പാദം വരെ അങ്ങ് ചൂട് ദാനന്തര തൈലം കൊണ്ട് അങ്ങ് മസാജ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്താണ് നമ്മളെ ഉടഞ്ഞ ബോഡീനെ അവർ റെജുനേറ്റ് ചെയ്യും. എണ്ണപ്പാത്തിയുടെ റൂം കാണിച്ചു തരാം. അവിടെയാണ് റൂമുള്ളത്. പക്ഷേ നമ്മൾ നോക്കട്ടെ കേട്ടോ, അവരോട് ചോദിച്ചു നോക്കട്ടെ. കാരണം മസാജ് റൂമിലേക്ക് ആർക്കും പ്രവേശനമില്ലെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചിട്ട് ഞാൻ അവർ പെർമിഷൻ തരികയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഇതുകൂടെ കാണിച്ചു തരാം. ഓക്കെ. അപ്പം അങ്ങനെ മസാജ് എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ എന്തുവാ പട്ടായിൽ പറഞ്ഞ മസാജ് ഇതൊക്കെ പറയാമല്ലോ. ഇങ്ങനെയൊക്കെ വേണം, ഡെലിവറി കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ വേണം. കാരണം നമ്മൾ ഒരു വല്ലാത്ത മൂഡിലേക്കൊക്കെ പോവും. നമുക്ക് ചിലപ്പോൾ ഈ ഫീഡിങ്ങിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയാണ്. മഴ പെയ്തപ്പോൾ നമ്മളത് വൈൻഡപ്പ് ചെയ്ത് പിന്നെ വാവ കരഞ്ഞ്. അപ്പോൾ ഇതാണ് ലൈറ്റ് റെസ്റ്റ് ഹൗസ്, അതായത് പോസ്റ്റ് നാറ്റൽ കെയർ. അപ്പോൾ ഞാൻ ഇവിടെയായിരുന്നു 15 ദിവസം ഇവിടെയായിരുന്നു, ഈ പോസ്റ്റ് നാറ്റൽ കെയറിലായിരുന്നു. നമ്മൾ ഇന്ന് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോവുകയാണ്. നമ്മൾ ഇതിൻ്റെ കോൺടാക്റ്റ് ഇൻഫർമേഷനും പിന്നെ ലൊക്കേഷനൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. ഓക്കെ. പാക്കേജ് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇവിടെ ശരിക്കും പെർ ഡേ 2000 ആണ് വരുന്നത്. അത് നോൺ എ സി ആണെങ്കിൽ 2000, എ സി ആണെങ്കിൽ 2300 ആണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ 15 days ആണ് ഉണ്ടായിരുന്നത്. 15 daysന് ഒരു 30,000. പിന്നെ നമുക്ക് ഓൾ ഇൻക്ലൂഡ് കേട്ടോ, ഫുഡ് എല്ലാം ഉൾപ്പെടെയാണ്. നമ്മളെ വീട്ടിലുള്ള ഒരു പഴയ ആൾക്കാരൊക്കെ പറയുന്ന മാതിരി ലേഹങ്ങളെല്ലാം എൻ്റെ സൗണ്ട് ഇരുന്ന് പറ്റിയത് ഇത് എന്തായാലും എൻ്റെ കൂടെ വഴക്കൂടം ഉണ്ടാവുന്ന സൗണ്ട്. എൻ്റെ കൂടെ വഴക്കൂടിയ നല്ല സൗണ്ടാണല്ലോ. അങ്ങോട്ട്. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള മെഡിസിൻ എന്നൊക്കെ പറയുന്നത് ഓരോ പേഷ്യൻറ്റിനും ഡിഫറെൻ്റ് ആയിരിക്കും, ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടാണ്. പിന്നെ ഇവിടെ നിന്ന് എത്ര കിലോമീറ്ററാണ്? ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ കോട്ടക്കലിലേക്ക്? അപ്പോൾ ആശുപത്രികൾക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പോലും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ നിന്ന് ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ മിംസ് ഉണ്ട്, ആസ്റ്റർ മിംസ് ഉണ്ട്. നമ്മൾ അവിടെ ഡെലിവറി കഴിഞ്ഞത്, അവിടെ നേരെ ഇങ്ങോട്ട് പോകുന്നു. നമ്മളുടെ ആ ഒരു ഡിസ്റ്റൻസ് നോക്കിയിട്ടാണ് ഇവിടെ സെലക്ട് ചെയ്തത്. നമുക്ക് വീട്ടിലേക്കായാലും ഒരു 15 മിനിറ്റ്, ഹോസ്പിറ്റലിലേക്കായാലും 10 മിനിറ്റ്. തേച്ച് ഈ പരുവായല്ലേ? ഫോട്ടോ എടുക്കാം.
15 ദിവസം വളരെയധികം നന്നായി തേച്ചിട്ടുണ്ട്. അന്ന് ഇനി ഉപകാരം വേണോന്ന് ഞാൻ പഠിത്തതിനെ പറ്റി ചിന്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞു നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു. ഞാൻ മിക്കവാറും ഈ കോട്ടയ്ക്കിലൊക്കെ പോകും. വണ്ടിയിലാവുമ്പോൾ ടാറ്റാ പരി. എന്നാ പോവല്ലേ?